ഹലോ ഫ്രണ്ട്സ്, നല്ല മഴയാണ് കേട്ടോ ഇവിടെ. ഈ ഒരു മഴയെ വകവെക്കാതെ ഞാനിപ്പോൾ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഗണേശോത്സവമല്ലേ, അപ്പോൾ ഗണപതി നിമജ്ജനത്തിൻ്റെ വീഡിയോ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വെച്ചിട്ടാണ് കേട്ടോ ഈ രാത്രിക്ക് ഞാൻ പോയത്. അപ്പോൾ എല്ലാ വീടുകളിലും 1 മുതൽ 10 ദിവസം വരെയാണ് കേട്ടോ ഗണപതിയെ പൂജയ്ക്ക് വെക്കുന്നത്. അപ്പോൾ ഇന്നലെ, അതായത് മിനിയാന്നല്ലേ നമ്മുടെ ഗണേശോത്സവം തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ 1.5 ദിവസം വീട്ടിൽ ഗണപതിനെ വെക്കുന്ന ആൾക്കാരൊക്കെ ഇന്നലെയായിരുന്നു കേട്ടോ നിമജ്ജനം ചെയ്തിരുന്നത്. അപ്പം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഈ നിമജ്ജനം ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഗണേശോത്സവത്തിൻ്റെ ഗണപതി വിഗ്രഹങ്ങളൊക്കെ ഞാൻ കാണാൻ പോകാറുണ്ട്. അപ്പം നിമജ്ജനത്തിൻ്റെ കൂടെ ഒന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഗണപതി നിമജ്ജനം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയുള്ളൊരു അമ്പലമാണ്. ഇവിടെ ഇതാ വലിയൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് രാത്രി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. മഴ, ചാറ്റൽ മഴയും ഉണ്ട്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വലിയ മഴയൊക്കെ വന്ന് പോകുന്നുണ്ട്. എന്നാലും ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു, നമുക്കൊരു പ്രത്യേക ഒരു ദൈവത്തിൻ്റെ ഒക്കെ ഒരു ഡിവോഷണൽ ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നേ. അപ്പോൾ നമ്മൾ നടന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ എവിടെയായിരുന്നു ഗണപതി നിമജ്ജനം നടത്തുന്നത് എന്ന്. നമ്മൾ എന്നിട്ട് ഇങ്ങനെ റോഡിലൂടെ നടന്ന് ഇങ്ങനെ ഇവരെ ഫോളോ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് എത്തിയത്. ഇവിടെ എത്തുമ്പോൾ ഒരു ഗ്രൗണ്ട് ഫുള്ള് ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട് ഗണപതി നിമജ്ജനത്തിന് വേണ്ടിയിട്ട്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു അതിഥി വരുന്ന പോലെയാണ് കേട്ടോ ഇവർ ഗണപതിനെ വീട്ടിൽ ഇങ്ങനെ പൂജിക്കുക. 3 നേരം പൂജയൊക്കെ ചെയ്ത് നമ്മുടെ ദൈവം നമ്മുടെ വീട്ടിൽ വന്ന പോലെ അവർ ഗണപതിനെ നന്നായിട്ട് പൂജിക്കും. അങ്ങനെ വീട്ടിലെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിമജ്ജനത്തിന് കൊണ്ടുവരില്ലേ, അപ്പോൾ അവിടെ വെച്ചിട്ടും ഇതുപോലെ കുടുംബത്തിലെ എല്ലാ ആൾക്കാരും ഒരുമിച്ച് ചേർന്നിട്ട് ഗണപതിക്ക് ആരതിയും അതുപോലെ തന്നെ പൂജയൊക്കെ ചെയ്യൂട്ടോ. ആ സമയത്ത് അവരുടെ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരും അതിൽ പങ്കുചേരും. ശരിക്കും പറഞ്ഞാൽ ഇത് ഇവർക്കൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കാരണം ഇത്രയും ദിവസം പൂജിച്ചിട്ട് ആ ഗണപതിനെ യാത്രയാക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പൂജയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഗണപതിയെ നിമജ്ജനം ചെയ്യുന്നത്. വലിയ ഗണപതിൻ്റെ ഒക്കെ നിമജ്ജനം ഇവിടെ കടലിലൊക്കെയാണ് കേട്ടോ ചെയ്യാറ്. അതിൻ്റെയൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ എന്നറിയില്ല. ഇതിപ്പോൾ ചെറിയ ഗണപതികളാണ് കേട്ടോ വീടുകളിലൊക്കെ വെക്കുന്നത്. അങ്ങനെ ഇതാ ഈ ഗ്രൗണ്ടിൻ്റെ ഓരോ ഭാഗത്ത് ഇതുപോലെ ഇവർ പൂജക്കൊക്കെ ഉള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, ടേബിളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഓരോ ഫാമിലിയിലെ ആൾക്കാരും വന്നിട്ട് ഇങ്ങനെ അവരവരുടെ ഗണപതിക്ക് പൂജയൊക്കെ ചെയ്ത് യാത്രയപ്പിനുള്ള തയ്യാറെടുപ്പിലാണ്. കുറേ ആൾക്കാർ നിമജ്ജനം ചെയ്തിട്ട് പോകുന്നുണ്ട്, കുറേ ആൾക്കാർ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചെറിയൊരു ചുറ്റുപാടിൽ ഇവിടെ ഇപ്പം പുഴയോ കടലോ ഒന്നും ഇങ്ങനെ അടുത്തൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ നിമജ്ജനത്തിലുള്ള സെറ്റപ്പാണ് കേട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതുപോലെ ടാങ്കിലൊക്കെ നല്ല വെള്ളമൊക്കെ നിറച്ചിട്ടാണ് ഇവർ ഗണപതിനെ ഇവിടെ നിമജ്ജനം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഗണപതി നിമജ്ജനത്തിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുംബൈയിലത്തെ ഫെസ്റ്റിവലും ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മളുടെ ചാനലിൽ ഉണ്ടാവാറുള്ളത്. ഇതാ ഒരുപാട് വെറൈറ്റി ഗണപതികളുണ്ട്. चाहिए आपको? हाँ नहीं അങ്ങനെ ഗണപതി നിമജ്ജനത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഗണപതി ഭഗവാന്റെ അനുഗ്രഹമൊക്കെ വാങ്ങി ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവാന്നേ. ഇതുപോലുള്ള പുതിയ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ.